ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കണമല്ലേ? അപ്പോൾ ഇന്ന് എൻ്റെ ഇപ്പോൾ വീഡിയോ എടുക്കാൻ ഋതു ഇല്ല കേട്ടോ. ഋതു ഭയങ്കര ഉറക്കമാണ്. അവനിന്ന് കാലത്ത് ഉറക്കമൊന്നും ശരിയായിട്ടുണ്ടാകുന്നില്ല. അത് കാരണം ചെറിയൊരു വാശി കാര്യങ്ങളൊക്കെ ആയ കാരണം അവനൊന്ന് ഉറക്കി എന്നിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ അവനായിട്ട് എടുക്കാമായിരുന്നു. അവന് ഈ വീഡിയോ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. വലിയ കുറേ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടിരിക്കും ആൾ. അപ്പോൾ ആളിപ്പോൾ നല്ല ഉറക്കമാണ്. അപ്പോൾ ഇന്ന് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താണ് വീഡിയോ എന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയിറ്റ് ലോസിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങൾ ഞാൻ വീക്ക്ലി തരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ലാസ്റ്റ് തേഴ്സ്ഡേ ആയിരുന്നു നമ്മുടെ വെയിറ്റ് ലോസ് ജേർണി ഫിറ്റ് കപ്പിളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് തേഴ്സ്ഡേ ഒരു വീക്ക് കംപ്ലീറ്റ് ആയിരിക്കണം. ലാസ്റ്റ് തേഴ്സ്ഡേ ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്തപ്പോൾ 78 ആയിരുന്നു. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ എം ടി സ്റ്റൊമക്കിൽ ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്തപ്പോൾ 75.75, ഓൾമോസ്റ്റ് ഒരു 2.25 kg കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഇത്രയ്ക്കൊന്നും കുറയുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റൊന്നും അല്ല കേട്ടോ ഫോളോ ചെയ്തിട്ടുണ്ട്. ഡയറ്റിങ്ങിൽ ഭയങ്കര ചീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ ദിവസം ഏതൊരു ദിവസം തന്നെ ഞാൻ ഓയിലി ഫുഡ് കഴിച്ച ദിവസങ്ങളിൽ കുറച്ച് കൂടുതൽ എക്സസൈസും വാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാരണമാണ് വെയിറ്റ് കുറഞ്ഞെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ വെയിറ്റ് കുറേ മാറ്റങ്ങൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഫുഡ് കഴിക്കുന്നതിൻ്റെയൊക്കെ കറക്റ്റ് ടൈമിംഗ് ഉണ്ട് ഇപ്പോൾ എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ 8 മണിയാകുമ്പോൾ കഴിക്കും, ലഞ്ച് ഒരു 2 മണിയാകുമ്പോൾ കഴിക്കും, ഡിന്നർ ഒരു 8 മണിയുടെ ഉള്ളിൽ കഴിക്കും. അപ്പോൾ നമ്മളൊരു കറക്റ്റ് ടൈമിംഗ് ആയി. പിന്നെ ഈ ഫുഡ് കഴിക്കുന്നതിൽ തന്നെ ഞാൻ സാധാരണ രാവിലെ എം ടി സ്റ്റൊമക്കിൽ നല്ലൊരു ചായ, അത് ഫുൾ ഫാറ്റ് മിൽക്കിൽ, വെള്ളമൊന്നും ചേർക്കില്ല, ഫുൾ ഫാറ്റ് മിൽക്കിൽ കുറേ പഞ്ചസാരയും കടുപ്പത്തിലൊരു ചായയായിരുന്നു കുടിച്ചിരുന്നത്. അത് നമ്മൾ മാറ്റി ഇപ്പം ഞാൻ ആ സ്ഥാനത്ത് ചൂടുവെള്ളം 3 ഗ്ലാസ് ഒരു വാം വാട്ടർ കുടിക്കും. പിന്നെ ചില ദിവസങ്ങളിൽ അതിൽ ആൽമണ്ട്സോ ഡേറ്റ്സോ ഞാൻ കഴിക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പ്ലെയിൻ വാട്ടർ മാത്രം ആണ് എം ടി സ്റ്റൊമക്കിൽ കഴിച്ചിരുന്നത്. പിന്നെ നമ്മൾ അവിടുന്ന് ഒരു 1 hour കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. പിന്നെ ലഞ്ചിനാണെന്നുണ്ടെങ്കിൽ സാധാരണ ഞാൻ ചോറായിരുന്നു കഴിച്ചിരുന്നത്. ചോറ് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ രാത്രിയാണെന്നുണ്ടെങ്കിലും ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിലും ചോറുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ കഴിക്കാറ്. ഇപ്പോൾ അവരുടെ ഡയറ്റിൽ പറഞ്ഞിട്ടുണ്ട്, ഡയറ്റ് ചാർട്ട് നമുക്ക് അയച്ചു തന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീക്ക്ലി 3 times ആണ് ചോറ് നമുക്ക് ഓക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു 2 വട്ടമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ക്വാണ്ടിറ്റി ഭയങ്കരമായിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വെജീസും ഫ്രൂട്ട്സും കുറച്ച് കൂടുതലായിട്ട് നമ്മുടെ ഡയറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് കുടിക്കാൻ തുടങ്ങി, അതൊരു പോയിൻ്റായിരുന്നു. പിന്നെ സാധാരണ ഞങ്ങൾ ഡിന്നർ കഴിച്ചതിന് ശേഷം എന്നും ഒരു ഷേക്ക് കഴിക്കും. ഷേക്ക് ഏതൊരു ഫ്രൂട്ട് ഷേക്ക്, ചിലപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് കഴിക്കും. പിന്നെ അത് ഫ്രൂട്ട് ഷേക്കായി മാറിയിട്ട് കേട്ടോ. അതിൽ ഞാൻ ചിലപ്പോൾ ഐസ്ക്രീംസ് ആഡ് ചെയ്യും, കുറേ പഞ്ചസാര, അതും ഈ പാല് ഫുൾ ഫാറ്റ് മിൽക്കിലാണ് ഉണ്ടാക്കിയിരുന്നത്. അതും ഞാൻ ഈ ഒരാഴ്ചയായിട്ട് ഞാൻ കഴിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഇതൊക്കെ ഒരു പോയിൻ്റായിരുന്നു. പ്ലസ് വർക്കൗട്ട് എക്സസൈസ് അവരയച്ചു തരും. അവരയച്ചു തരുന്ന എക്സസൈസ് അല്ലാതെ ചില ദിവസങ്ങൾ കേട്ടോ, ഈ ഒരു 1 week കണ്ടിന്യൂസ് ഞാൻ ചെയ്തതെന്ന് ഞാൻ പറയുന്നില്ല, മേ ബി ഒരു 4 days ഒക്കെ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള 4 days ഞാൻ ചെയ്തിട്ടുണ്ട്. ഡാൻസ് വിത്ത് ദീപ്തി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ അതിലൊരു അവരുടെ ഒരു വർക്കൗട്ട് 30 minutes ഞാൻ കംപ്ലീറ്റ് ചെയ്യില്ല. ഞാനൊരു 15 or 20 minutes ആണ് മാക്സിമം പോയിട്ടുള്ളൂ. അത് ചെയ്യാറുണ്ട്. പിന്നെ ഡാൻസ് വിത്ത് കെയറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിൻ്റെ അതിൻ്റെ കാർഡിയോൻ്റെ ഒരു വർക്കൗട്ട് 10 minutesൻ്റെയാണ്. അതും ചിലപ്പോൾ ഫുള്ളാവില്ല കേട്ടോ. അതൊക്കെ എന്നെ കുറച്ച് ഇടയ്ക്ക് ചെയ്യാറുണ്ട്. പിന്നെ അവരയച്ചു തരുന്ന എക്സസൈസ്, പിന്നെ ഞാൻ നടക്കാൻ പോവാറുണ്ട്. പിന്നെ ശരത്തേട്ടൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചില ദിവസങ്ങളിൽ എനിക്ക് ഋതുവിനായിട്ട് അവനെടുത്ത് അങ്ങനെ പോയി നടക്കാനും ചില സമയത്ത് പറ്റാത്ത ദിവസം ശരത്തേട്ടൻ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവനെ ശരത്തേട്ടൻ എടുത്തിട്ട് ഞാൻ നടക്കാൻ പോകാറുണ്ട്. പിന്നെ ചില സമയത്ത് എന്നെ ബീച്ചിൽ എനിക്ക് നടക്കാൻ പറ്റാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ, ഋതുവിനായിട്ട് നടക്കാൻ പറ്റാത്ത ദിവസമാണെങ്കിൽ ബീച്ചിലേക്ക് എന്നെ കൊണ്ടുപോയിട്ട് അവനും ശരത്തേട്ടനും കൂടിയിട്ട് അവിടെ ഇരിക്കും. അപ്പോൾ എന്നോട് നടന്നോളാൻ പറയും. ശരത്തേട്ടനൊക്കെ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വെയിറ്റ് ലോസിന് ഞാനിങ്ങനെ എനിക്ക് ചില സമയത്ത് മടി പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിലും അല്ല നടന്നില്ലെന്ന് ചോദിക്കും. അതേപോലെ തന്നെ ഋതുവിനെ ഞാൻ പിടിച്ചോളാം, നടന്നു, കുഴപ്പമില്ല, ഞാൻ അവനെ പിടിച്ചിരുന്നോളാം എന്നൊക്കെ പറയും. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ബീച്ചിൽ പോയിട്ട് നടക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു വർക്കൗട്ടും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ തന്നെ കുറേ മാറ്റങ്ങൾ വന്നു. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെ അങ്ങനെ കാണുമ്പോൾ വലിയ വിസിബിളായിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളൊന്നും തോന്നുന്നില്ലായിരിക്കും. നമ്മളങ്ങനെ ഡെയിലി കാണുന്നില്ലല്ലോ. അതിപ്പോൾ ലാസ്റ്റ് ഞാൻ തേഴ്സ്ഡേ ആയിരുന്നു വീഡിയോ ഇട്ടിരുന്നു. പിന്നെ ഇപ്പോഴാണ് വീഡിയോ ചെയ്യുന്നത്. ഷോർട്സിലാണെങ്കിലും എന്നെ വല്ലാതെ കാണുന്നില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മാറ്റം തോന്നുന്നില്ലായിരിക്കും. ഞാൻ നാട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്യുമ്പോൾ അമ്മയൊക്കെ പറയാറുണ്ട് ഇങ്ങനെ ഒന്ന് കുറഞ്ഞ പോലെ ഉണ്ട്, ശരത്തേട്ടൻ പറയാറുണ്ട്. പിന്നെ നമ്മൾ മിററിൽ നോക്കുമ്പോൾ ഒന്ന് കുറഞ്ഞ പോലെ ഉണ്ടോ എന്നൊക്കെ തോന്നാറുണ്ട്. അപ്പോഴൊക്കെ എനിക്കൊരു തോന്നൽ മാത്രമായിട്ട് വിചാരിച്ചെന്ന്. പക്ഷെ ഇത്രത്തോളം കുറയുന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇതേപോലെ ഫോളോ ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു ഇനിയുള്ള ദിവസങ്ങൾ. ഇനിയിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 38 days കൂടി ഉണ്ട്. അതും കൂടി ഇതേപോലെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചൊരു വെയിറ്റിലേക്ക് എത്തും. ഇനി അതിൻ്റെ ഇടയിൽ വല്ല മടി കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താവുമെന്നൊന്നും അറിയില്ല.
വരാതിരിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്യും, അത്ര തന്നെ. വെള്ളം നന്നായിട്ട് കുടിക്കുക നമ്മൾ. ഇതേപോലെ കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ തന്നെ കുറേ മാറ്റങ്ങൾ വരും കേട്ടോ. അപ്പോൾ ആരെങ്കിലും വെയിറ്റ് ലോസിന് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഡിന്നറിൻ്റെ ടൈമിങ്ങും നന്നായിട്ട് മാറ്റം വരുത്തുക. അതായത് ഒരു രാത്രിയുടെ 8 മണി അല്ലെങ്കിൽ ഒരു മാക്സിമം 9 മണിയുടെ മുന്നേ കഴിക്കുക. പിന്നെ നമ്മൾ നല്ല ലേറ്റായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കത്തിൻ്റെ ടൈമും കൂടി നോക്കണം. നമ്മൾ ഫുഡ് കഴിച്ച് അപ്പം തന്നെ ഉറങ്ങാതിരിക്കുക. നമ്മൾ ഉറങ്ങണതിൻ്റെ ഒരു 2 മണിക്കൂർ മുന്നെങ്കിലും നമ്മൾ ഫുഡ് കഴിക്കണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ച് കുറച്ച് പറ്റുന്നത് ഒരു 9 മണിയുടെ മുന്നേ തന്നെ ഫുഡൊക്കെ കഴിച്ച് അതൊന്ന് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഉറങ്ങാൻ നോക്കുക. അപ്പോൾ ഇങ്ങനത്തെ മാറ്റങ്ങൾ വന്നാൽ തന്നെ കുറേ മാറ്റം വരും. പിന്നെ പഞ്ചസാര, ഈ ഫുൾ ഫാറ്റ് യോഗേർട്ട് എന്നൊക്കെ നമ്മൾ മാറ്റിയിട്ട് നമ്മൾ ലോ ഫാറ്റ് യോഗേർട്ട് ആക്കുകയാണെന്നുണ്ടെങ്കിലും കുറേ മാറ്റം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒന്നും ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല. ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ലോ ഫാറ്റ് യോഗേർട്ട് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് മാറ്റം ഉണ്ടാവും, പക്ഷെ ഒരു മാറ്റമില്ല, ടേസ്റ്റൊക്കെ അതേപോലെ തന്നെയാണ്. പിന്നെ ലോ ഫാറ്റ് മിൽക്കാണെങ്കിൽ കുറച്ച് നമ്മുടെ മറ്റേതിനെക്കാട്ടി കുറച്ച് കട്ടി കുറയും, അല്ലാതെ വേറെ മാറ്റമൊന്നും ഇല്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നന്നായിട്ട് മാറ്റം വരും തോന്നുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റും കാര്യങ്ങളൊന്നും അല്ല ഫോളോ ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ഞാൻ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ടുണ്ടെന്ന് ഒന്ന് പഞ്ചസാര, പിന്നെ ചോറ് നന്നായിട്ട് കുറച്ചു. പിന്നെ രാവിലത്തെ ഞാൻ ചായ എംപ്റ്റി സ്റ്റൊമക്കിൽ വാം വാട്ടറിൻ്റെ പകരം ഞാൻ ചായ കുടിക്കുന്നത് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ കുറയ്ക്കുകയാണെങ്കിൽ തന്നെ കുറേ പേർക്ക് മാറ്റം വരുമായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ വെയിറ്റ് ലോസ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ ഈ ഫിറ്റ് കപ്പിളിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡയറ്റീഷ്യനിസ്റ്റും കൂടി ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ റിമൈൻഡ് ചെയ്യും ഓരോ ടൈമിങ്. ഇപ്പോൾ നമ്മളിപ്പോൾ കറക്റ്റ് ടൈമിൽ കഴിച്ചില്ല എന്നുണ്ടെങ്കിലും ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഇറ്റ്സ് ടൈം ഫോർ യുവർ ലഞ്ച്, അല്ലെങ്കിൽ ഡിന്നർ കഴിച്ചിട്ട് ഫോട്ടോ അയക്കും, വർക്കൗട്ട് ചെയ്തില്ലേ, വെള്ളം കുടിച്ചില്ലേ എന്നൊക്കെ നമ്മളെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ ആ മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ അയച്ചല്ലോ, വെള്ളം കുടിക്കണമല്ലോ, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ സമയമായല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ടൈമിങ്ങിലേക്ക് നമ്മൾ എത്തും. അങ്ങനെയുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം ഞാൻ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ എങ്ങനെയാണെന്നുള്ളത്. ഇതേപോലെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയാണ്, എനിക്ക് ഈ 45 ഡേയ്സ് ഫുള്ള് എനിക്ക് ഇതേപോലെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ 45 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യണ അന്നത്തെ പിന്നെ തലേ ദിവസം എടുത്ത് വെച്ച ഫോട്ടോയും കൂടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമല്ലോ എത്രത്തോളം മാറി എന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച എത്രത്തോളം നമ്മൾ വെയിറ്റ് കുറഞ്ഞു, കൂടുകയാണോ ചെയ്തത് എന്താണെന്നുള്ളതൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അതിൻ്റെ ഇടയിൽ മടി പിടിച്ച് കഴിഞ്ഞാൽ കൂടാനേ ചാൻസ് ഉള്ളൂ. അപ്പോൾ അങ്ങനെ എന്താണ് ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ശരിക്കും പോലെ ആക്കാൻ ട്രൈ ചെയ്യും. പിന്നെ ഞാൻ എല്ലാ വീഡിയോസിലും പറയണ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ എന്തെങ്കിലും കമൻറ്റ്സ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.